പുതിയ ബൈക്കുകളൊന്നും തന്നെ ഇത് ഈ കാണുന്ന ഒരു ഐറ്റം, അതായത് കിക്കർ ഉണ്ടാവാറില്ല. എന്തുകൊണ്ടാണ് ഈ ഒരു കിക്കർ ഇല്ലാത്തത്? നമുക്കിതൊരു 5 പോയിന്റ് ആയിട്ട് അങ്ങ് തിരിക്കാം. ആദ്യം തന്നെ ഈ റൈഡറിന്റെ കംഫർട്ട് കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കിക്കർ ഒന്നും കൊടുക്കാത്തത്. അതൊരു ഹയർ CC ബൈക്കൊക്കെ തന്നെ ഈ ഒരു കിക്കർ അടിച്ച് സ്റ്റാർട്ടാക്കുന്ന സിമ്പിൾ പരിപാടിയില്ല. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല ബൈക്കുകളിലും പല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞൊരു ബൈക്ക്, ഇപ്പൊ നിങ്ങൾ ഈ ഒരു കേസ് എടുത്ത് നമ്മുടെ RC ഒക്കെ ഒന്ന് കിക്കർ അടിച്ച് സ്റ്റാർട്ടാക്കുന്ന കേസ് ആലോചിച്ച് നോക്കി, നടപടിയുള്ള കാര്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ ടെക്നോളജി ഒക്കെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുണ്ട്. അതായത് പുതിയ ബൈക്കുകളിലൊക്കെ തന്നെ കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള സെൽഫ് മോട്ടോഴ്സ് ആണ്. അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ ബാറ്ററീസ് ഒക്കെ തന്നെ ഡ്രൈ ബാറ്ററീസ് ആണ്. ഈ ഒരു ബാറ്ററികളൊക്കെ തന്നെ കുറച്ചുകൂടി ചാർജ് ഒക്കെ പോകും, പെട്ടെന്നൊന്നും ചാർജ് ഒന്നും ഇറങ്ങി പോകത്തില്ല. പിന്നെ മറ്റു കാര്യം, ബൈക്കുകളുടെ പെർഫോമൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള വെയിറ്റ്സ് റിമൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ബൈക്കുകളുടെ ഒരു കിക്കർ കൊടുക്കാത്തത്. അതുപോലെ തന്നെ ബൈക്കുകളുടെ ഡിസൈനിങ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു കിക്കർ ഒഴിവാക്കാറുണ്ട്. നിങ്ങളൊക്കെ RCയുടെ ഒക്കെ ആണെങ്കിൽ തന്നെ എഞ്ചിന്റെ ഈ ഒരു പാർട്സ് ഒക്കെ ഫുൾ ആയിട്ട് കവേർഡ് ആണ്. അവിടെ ഒരു കിക്കർ വന്നു കഴിഞ്ഞാൽ വണ്ടി കുറച്ചുകൂടി വൃത്തികേടാവുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് കോസ്റ്റ് താരതമ്യേന കുറയ്ക്കാൻ പറ്റുന്നുണ്ട് ബൈക്കുകളിൽ നിന്ന് ഈ ഒരു